എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഭ്രമയുഗത്തിൻ്റെ ടീസർ പുറത്തു വന്നിരിക്കുന്നു. ഈ ടീസർ കാണുമ്പോൾ ഞെട്ടുന്ന ഒരു കാര്യം, ഇതൊരു ഹൊറർ പടമാണോ എന്താണോ ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും മമ്മൂട്ടിയുടെ ക്യാരക്ടർ മറ്റൊരു തലത്തിലേക്കാണ്, ഒരു പരകായ പ്രവേശം എന്ന് തന്നെ പറയാം. ഇന്ന് എബ്രഹാം ഓസ്ലറിൽ കണ്ട മമ്മൂട്ടിയല്ല ഈ ഒരു സിനിമയിൽ കാണുന്നത്. അതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കത്തിലോ അല്ലെങ്കിൽ ഭീഷ്മപർവത്തിലോ അല്ലെങ്കിൽ അവസാനമായി ഇറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് അല്ലെങ്കിൽ കാതൽ ദ കോർ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ട മമ്മൂട്ടിയിൽ നിന്ന് ഏറെ വ്യത്യാസം. ഒരേ സമയത്ത് അഭിനയിച്ച സിനിമകളുടെ പട്ടികയിൽ വരുന്നതാണ് ഈ സിനിമയും. എന്താണേലും മമ്മൂട്ടിയുടെ ആദ്യ ലുക്ക് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടീസർ വരുമ്പോൾ വലിയ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഇല്ലാത്ത ഒരു ടീസർ എന്ന് തന്നെ പറയാം. എന്തിന് നടൻ്റെയോ നടിയുടെയോ പോലും പേരില്ല, ഡയറക്ടറുടെ പേരില്ല, വെറുതെ ഒരു പോസ്റ്റർ ഇറക്കി വെച്ചിരിക്കുന്നു. ആ പോസ്റ്ററിൽ തന്നെ വെറുതെ എഴുതിയിരിക്കുന്നു ഭ്രമയുഗം ടീസർ. സാധാരണ ടീസർ വരുമ്പോൾ ഒഫീഷ്യൽ ടീസർ അങ്ങനെ ഒരുപാട് പേരുടെ പേരും കാര്യങ്ങളുമൊക്കെ എഴുതി ഇങ്ങനെ വരുന്ന സമയത്ത് ഭ്രമയുഗം ഒരു സിമ്പിളായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരെണ്ണം ഇറങ്ങുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അതും സാധാരണ പ്രതീക്ഷിക്കുന്നത് ഒരു ടീസർ 30-40 അല്ലെങ്കിൽ 1 മിനിറ്റിന് താഴെ, ഇവിടെ 2.25 മിനിറ്റിനടുത്ത്, അത് 2 മിനിറ്റ് 11 സെക്കൻഡിൻ്റെ അടുത്ത്. ഇവിടെ പക്ഷേ ആ ഒരു കാര്യത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇതിൻ്റെ പോസ്റ്റർ പോലും. അതിൽ കാണിക്കുന്നത് ഒരു പരകായ പ്രവേശത്തിൽ നിൽക്കുന്ന മമ്മൂട്ടിയെ കാണുമ്പോൾ, ആ ഒരു വേഷത്തിൽ നമ്മൾ കാണുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏതോ ഒരു മാടമ്പിയുടെ ഭാവ ചലനങ്ങളാണ് ആ ഒരു വേഷത്തിൽ കാണുന്നത്. ആ ഡയലോഗും അങ്ങനെ തന്നെ, ഒരുപാട് നാളുകളായി എൻ്റെ ഈ മനയിലേക്ക് ഒരു അതിഥി വന്നിട്ട് എന്ന് പറയുന്ന ഒരു വാക്കും. അർജുൻ അശോകനും ഭരതൻ്റെ മകനും അതിഗംഭീരമായിട്ട് ഞെട്ടിച്ചിരിക്കുന്നു. വല്ലാത്ത തലത്തിലാണ് സിനിമ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ടീസർ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മലയാളത്തിലെ അടുത്ത അതിഗംഭീരനായ പടം ഇറങ്ങുകയാണ്. അതായത് ഇതുവരെ കണ്ട സിനിമകളുടെ പാറ്റേൺ അങ്ങ് മാറുകയാണ് 2024 ശേഷം എന്നുള്ളത്. ഇവിടെ കൊടൂരമായിട്ടുള്ള രീതിയിലുള്ള അഭിനയ പ്രകടനങ്ങളിലേക്ക് വരികയാണ് ഓരോ നടന്മാരും. അതിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് മമ്മൂട്ടിയും. വീണ്ടും ഒരു വ്യത്യസ്തമായ വേഷം, ഒരു പക്ഷേ ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ മറ്റൊരു ഐക്കോണിക് ക്യാരക്ടർ എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു പേര് പറയാൻ കാരണം, ഇന്നും ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ അങ്ങനെ ഒരു വേഷം ചെയ്യാൻ വേറെ ആൾക്കും കെൽപ്പില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നതാണ്. നമ്മൾ ബ്രഹ്മാണ്ഡ സിനിമകൾ വരെ കണ്ടിട്ടും മമ്മൂട്ടി ചന്തുവിനെ ചെയ്ത പോലെ ഭാവചലനങ്ങളോടെ, നിശ്ചയദാർഢ്യത്തോടെ, അതേപോലെ തന്നെ ആകാര വടിവോടെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇന്നത്തെ ടെക്നിക്കുകൾ ഉണ്ടായിട്ട് പോലും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ വീണ്ടും അതേപോലെ ഒരു സിനിമ വരുന്നു, ഭ്രമയുഗം. അതുതന്നെയാണ് നമുക്ക് തോന്നുന്നത്. രാഹുൽ സദാശിവൻ്റെ ഈ ഒരു സിനിമ വരുമ്പോൾ കാലം വീണ്ടും കാത്തുവെക്കുന്ന, ഒരു പക്ഷേ ഒരു 50-100 വർഷം കാത്തിരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചു വെക്കാൻ പോകുന്ന മറ്റൊരു പടവും കൂടെ. എന്തായാലും ടീസർ കണ്ടപ്പോൾ ഒരു കാര്യം ഉള്ളൂ, തീർച്ചയായും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. എത്രത്തോളം ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ സിനിമയെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നറിയില്ല. പക്ഷേ തീർച്ചയായും സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്നൊരു തോന്നൽ. കാരണം ആ റേഞ്ചിലാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും. ഒരുപാട് കഥാപാത്രങ്ങളെ കാണാനില്ല, ഉള്ള കഥാപാത്രങ്ങൾ അതിശക്തരും ആണ്. എന്താണേലും മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇവിടെ വെളിവാകുന്നില്ല. പ്രേതമാണോ, മാടമ്പിയാണോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥയാണോ, ഇതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഒന്ന് മനസ്സിലാക്കാം, ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം അമ്മാതിരി ലെവലിൽ ഞെട്ടിക്കുന്ന പ്രകടനമാണ്. കരിയർ ബെസ്റ്റ് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ അങ്ങനെ ഈ മാസത്തെ 2ാമത്തെ കരിയർ ബെസ്റ്റാണ് വരാനും പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം. നിങ്ങൾ ടീസർ കണ്ട ആരൊക്കെയാണ്? ടീസർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ബ്രോസ്.